സ്ഥലം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരുച്ചെന്തുറൈ. തലമുറകളായി കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർ ഏറെയുള്ള ഗ്രാമം. തൻ്റെ മകളുടെ വിവാഹത്തിനെടുത്ത ലോൺ തിരിച്ചടയ്ക്കാനാകാതെ ഒടുവിൽ അത് വിറ്റ് കടം തീർക്കാൻ 70-കാരനായ രാജഗോപാൽ തീരുമാനിക്കുന്നു. പിന്നാലെ വിൽപ്പനയ്ക്കായി രജിസ്ട്രാർ ഓഫീസിനെ സമീപിക്കുന്നു. ഇവിടെ നിന്നാണ് കാര്യങ്ങളുടെ ഗതി മാറുന്നത്. തൻ്റെ ഭൂമി വിൽക്കാൻ സാധിക്കില്ലെന്നും അത് വഖഫ് സ്വത്താണെന്നും ഉദ്യോഗസ്ഥർ രാജഗോപാലിന് മറുപടി നൽകി. കാലങ്ങളായി താൻ കൈവശം വെച്ചിരുന്ന, നിയമപരമായി മാത്രം തൻ്റെ കൈവശം വന്ന ഭൂമി അത് മറ്റാരുടേതോ ആണെന്ന വിവരം ആ വൃദ്ധനെ ശരിക്കും ഞെട്ടിച്ചു. ഉദ്യോഗസ്ഥരോട് തിരക്കിയപ്പോഴാണ് രാജഗോപാൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. തിരുച്ചിറപ്പള്ളി കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന നവാബ് അൻവറുദ്ദീൻ 3 നൂറ്റാണ്ട് മുമ്പ്, 300 വർഷങ്ങൾക്ക് മുമ്പ് ആ ഗ്രാമം മുഴുവൻ ഇസ്ലാം മത നിയമപ്രകാരം ഇസ്ലാം മതാവശ്യത്തിനായി ദാനം വഖഫ് നൽകിയതാണത്രേ. സ്വാതന്ത്ര്യാനന്തരം ഈ ഭൂമി തങ്ങളുടേതാണെന്ന അവകാശവാദം ഉന്നയിച്ച് വഖഫ് ബോർഡ് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളും നടത്തിയത്രേ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ബംഗളൂരുവിലെ മുസ്ലിം പള്ളിക്ക് സമീപമുള്ള ഗ്രൗണ്ട്, സൂറത്ത് മുനിസിപ്പൽ ഓഫീസ് കെട്ടിടം എന്നിവയും മധ്യപ്രദേശിലെ ചില ചരിത്ര സ്മാരകങ്ങളും തങ്ങളുടെ സ്വത്താണെന്ന് അവകാശപ്പെട്ട് വഖഫ് ബോർഡ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ വഖഫ് സ്വത്തുകളിൽ അവകാശം ഉന്നയിക്കാനും അത് ഏറ്റെടുക്കാനുമുള്ള കൂടുതൽ അധികാരം 2013 UPA സർക്കാരാണ് വഖഫ് ബോർഡുകൾക്ക് നൽകിയത്. ഇതടക്കമുള്ള സാമാന്യ സമൂഹ വ്യവസ്ഥിതിക്ക് നിരക്കാത്ത നിയമത്തിലെ ഒരുപാട് വ്യവസ്ഥകൾക്കാണ് മാറ്റം വരുത്തുന്നത്. ഭാരതത്തിലുള്ള മുസ്ലിം ജനസംഖ്യയിൽ ഭൂരിഭാഗവും സുന്നി വിഭാഗക്കാരാണ്. അതായത് 87%. 10%-ഓളം ഷിയ വിഭാഗക്കാരും 3% മറ്റ് വിഭാഗങ്ങളുമുണ്ട്. നിലവിൽ 87% വരുന്ന സുന്നി വിഭാഗങ്ങളാണ് വഖഫ് ബോർഡിലെ അധികാരങ്ങൾ പൂർണ്ണമായും കൈയാളുന്നത്. 13% വരുന്ന ഇതര വിഭാഗങ്ങൾക്ക് വഖഫ് ബോർഡിലോ അനുബന്ധ സ്ഥാപനങ്ങളിലോ ഒരു അവകാശവും ഇതുവരെ ഇല്ലായിരുന്നു. എന്നാൽ കേന്ദ്ര വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുന്നതോടെ ഇതിന് മാറ്റം വരും. ഷിയ, ഖോജ, സൂഫി വിഭാഗങ്ങളെയും ഇനി വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്തും. എല്ലാത്തിനും ഉപരി സ്ത്രീകൾക്ക്, അതായത് മുസ്ലിം വിഭാഗത്തിലെ വനിതകൾക്ക് കൂടി നിയമ ഭേദഗതി വരുന്നതോടെ വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം ലഭിക്കും. കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർ, മുൻ ജഡ്ജിമാർ എന്നിവരെ കൂടി വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്തും. ഇത് മുന്നിൽ കണ്ടാണ് ഇതര മതസ്ഥരായ 2 പേർക്ക് വഖഫ് ബോർഡിൽ പ്രാതിനിധ്യം എന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിലെ ഭരണ സംവിധാനത്തിന്റെ പുനഃസംഘടനയിലൂടെ വഖഫ് ബോർഡ് കൂടുതൽ സുതാര്യമാകും. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ മാത്രമാകും ഇനി മുതൽ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ വഖഫ് ബോർഡിന് സാധിക്കുക. അതായത് വെറുതെ അവകാശം ഉന്നയിച്ച് സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ സാധിക്കില്ല. സർക്കാരിന് കൂടി അത് ബോധ്യപ്പെടണം. നിലവിൽ ഉയരുന്ന എതിർപ്പുകൾ സ്ത്രീ പ്രാതിനിധ്യം, സർക്കാരിന്റെ മേൽനോട്ടം എന്നിവയെ ചൊല്ലിയാണ്. കാലഹരണപ്പെട്ട രീതികൾ പരിഷ്കരിച്ചില്ലെങ്കിൽ അതിനെ കാലഘട്ടം തകർത്തെറിയും, പൊളിച്ചെഴുതും. അത് മത നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിലും സാമൂഹിക നീതിയുടെ കാര്യത്തിലാണെങ്കിലും.